ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുണ്ട്. ഇന്ന് സ്കൂൾ തുറക്കാറായില്ലേ, അപ്പോൾ ആദ്യം കുറച്ച് നോട്ട് ബുക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല വൈകിട്ട് വരുമ്പോൾ കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ ഇന്നലെ തന്നെ അതിനോട് പറഞ്ഞു, അമ്മ നാളെ അത് പൊതിഞ്ഞ് തരണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ രാത്രി ചെയ്യുകയാണെങ്കിൽ ചെറികൾ സമ്മതിക്കില്ല, ചെറികൾ ഇതൊക്കെ വിളിച്ച് വരിയിടും. അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു, എന്താ പറയുക, അവരൊക്കെ ഉറങ്ങുന്ന ടൈമിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാനത് ചെയ്യുകയാണ്. ആദ്യം പോയിട്ട് ഇവിടെ ഇല്ല, അപ്പോൾ ആ ഗ്യാപ്പിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിത് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നാമത് മഴ ഒരു മൂടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ വെറുതെ വിചാരിച്ചു പണ്ടത്തെ കാര്യങ്ങളൊക്കെ. കണ്ണിലൊരു കുരു വന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്, അതാണ് ഇങ്ങനെ കാണുന്നത്. 2 ദിവസമായി തുടങ്ങിയിട്ട്, മാറുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, എന്താ പറയുക, നമ്മുടെ പണ്ടത്തെ കാലത്തെ ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ ബുക്ക് പൊതിയാൻ വീട്ടിലെല്ലാവരും കൂടി ചിലപ്പോൾ പണ്ടൊക്കെ ചിലപ്പോൾ കറണ്ട് പോലും, അപ്പോൾ മണ്ണെണ്ണ വിളക്കൊക്കെ ഫ്രണ്ടിൽ വെച്ചിട്ട് കുറേ പൊതിഞ്ഞിട്ടുണ്ട് രാത്രി കാലങ്ങളിലൊക്കെ. അത് നല്ല ഓർമ്മയല്ലേ. അതൊക്കെ ഇന്നത്തെ കുട്ടികൾക്ക് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളൊരു ഇത് എനിക്കുണ്ട്. കാരണം അതും നമ്മൾ അനുഭവിക്കണം, എല്ലാം നമ്മൾ അനുഭവിക്കണ്ടേ. പക്ഷെ അതൊരു സുഖമുള്ളതായിരുന്നു. ഇപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് ഒന്നും കഷ്ടപ്പെടേണ്ട കാര്യമില്ല, അവരുടെ കൈത്തുമ്പത്ത് എത്തുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു നമുക്കതൊക്കെ ഒരു മിസ്സായിപ്പോയി. അന്ന് ഞാൻ വിചാരിച്ചായിരുന്നു അതിനേക്കാൾ നല്ലത് കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടുള്ള കുറച്ചുകൂടി ഇതായിട്ടുള്ളതായിരിക്കുന്നു. പക്ഷെ നമുക്ക് ഇപ്പം അറിയുന്നുണ്ട് ആ ഒരു കാലഘട്ടമായിരുന്നു നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു കാലം എന്നുള്ളത്. കാരണം അന്ന് നമുക്ക് മനസ്സിലായ കുട്ടികൾക്കായാലും തമ്മിലൊന്നും ഒരു കള്ളത്തരങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ പച്ചയായ മനുഷ്യരായിരുന്നു. ഇന്നതല്ല. ഇന്നിപ്പോൾ എല്ലാവർക്കും പല അവരുടേതായ തിരക്കുകളും കാര്യങ്ങളും, പിന്നെ സ്വന്തം കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ട് ഒതുങ്ങിക്കൂടാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ബുക്ക് ഇങ്ങനെ, എനിക്ക് പണ്ടേ അത് ശീലം, നമുക്ക് ബുക്കിങ്ങനെ വെറുതെ ഇങ്ങനെ ഇതാക്കിയിട്ട് മണത്ത് നോക്കാം, നല്ലൊരു മണമാണത്. പിന്നെ പുതിയൊരു നമുക്ക് നോട്ടൊക്കെ കിട്ടി കഴിഞ്ഞ് മണക്കില്ലേ, അതൊക്കെ ഒരു നൊസ്റ്റാൾജിയല്ലേ. അപ്പോൾ ഞാൻ 4 ബുക്ക് 4 എണ്ണം പറഞ്ഞാൽ 3 വരയുള്ളത് 1 വരയില്ലാത്തതാണ് അവന് ആവശ്യമുള്ളൂ ഇപ്പോൾ. പിന്നെ കഴിയുന്നതനുസരിച്ച് മേടിക്കാമല്ലോ വിചാരിച്ചിട്ട് ഞാൻ ഒന്നിച്ച് മേടിച്ചാൽ പെട്ടെന്ന് നാശമാക്കും അവൻ. അപ്പോൾ പിന്നെ അങ്ങനെ എക്സ്ട്രാ വേണം. അപ്പോൾ 1 ക്ലാസ്സിലേക്കാണ്, ആദ്യം LKG UKG കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ മിസ്സായി കുട്ടികൾക്ക്. പിന്നെ മഴയാണെങ്കിലോ ഇപ്പം 2 ദിവസമായിട്ട് വലിയ പ്രശ്നമില്ല, പക്ഷേ വരികയാണെങ്കിൽ നമ്മൾക്ക് അങ്ങോട്ട് പേടിക്കാവുന്ന തരത്തിലുള്ള മഴയാണ്. വെയിലാണെങ്കിൽ അങ്ങേയറ്റം വെയിലായിരുന്നു വെയിലുള്ള സമയത്ത് അല്ലേ. അപ്പോൾ എല്ലാവർക്കും അറിയാം. അപ്പോൾ ഞാനിങ്ങനെ കുട്ടിക്കാലം ആലോചിച്ചിരുന്നു. ഈ ടൈമിലാകുമ്പോൾ അധികം നല്ല രസമാണ് ഇങ്ങനെ നമ്മുടെ കുട്ടിക്കാലം ആലോചിച്ചിരിക്കുക. അപ്പം ഞാനിങ്ങനെ നമ്മുടെ സ്കൂളിൽ പോക്കും വീഡിയോ വെട്ടലും മഴ പെയ്യലും കുട പിടിച്ച് പോക്കൊക്കെ ആലോചിച്ചിരിക്കുകയായിരുന്നു. അതൊക്കെ മിസ്സായി. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒരുപാട് മിസ്സായി. ഇപ്പോൾ അത് അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ നമ്മളൊരു വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാലും നമ്മൾ ഒരു 5-6 വീട്ടിൽ നിന്ന് ഒരുപോലെ കുട്ടികളായിട്ട് അതേ ഞങ്ങൾക്ക് പറഞ്ഞാൽ വണ്ടിയിലാണെങ്കിൽ പോലും ബസ് വരുന്നിടത്തേക്ക് ഒരു വൈബായിക്കണ്ട ദൂരമുണ്ട്. കാരണം എന്നുള്ള വീട്ടിൽ നമുക്ക് ആ ടൈമിൽ നമുക്ക് എന്തായാലും മഴയാണെങ്കിൽ മഴ എന്ന് പറഞ്ഞ കുട്ടികൾക്ക് ബസ് ചിലപ്പോൾ അങ്ങനത്തെ നിന്ന് ഇറങ്ങിപ്പോയാൽ മതി. അത്രയും നമ്മുടെ എന്നുള്ളതാണ് സത്യം. അന്നത് വേണ്ട പോലെ പിന്നെ അവർക്ക് എവിടെ അവരുടെ എൻജോയ്മെന്റ് വേണം. ചിലപ്പോൾ സ്കൂളുകളിൽ പാർക്കിൽ കഴിഞ്ഞു പോകും. പറ്റിയെന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂളിൽ ആലോചിച്ചത്. കാരണം മുറ്റത്ത് കളിക്കുക അങ്ങനത്തെ പരിപാടിയൊക്കെ ഇപ്പോൾ കുട്ടികൾക്ക് കുറഞ്ഞു. കാരണം ഇപ്പം നമ്മൾ കൂടുതൽ ഇംഗ്ലീഷ് മീഡിയം കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അവരും സ്ട്രിക്റ്റ് ആയിട്ട് തന്നെയാണ് കുട്ടീനെ പഠിപ്പിക്കുക. അവരുടെ കുട്ടികൾ നമ്മൾ അവരെ സ്കൂളിലേക്ക് വിടണോണ്ടാണല്ലോ. അങ്ങനെ നമുക്കപ്പോൾ ആരും പറയാൻ പറ്റില്ല. അപ്പം അങ്ങനെ കുട്ടികൾക്ക് ചെറുപ്പത്തിലേ സ്ട്രിക്റ്റാണ്. വീട്ടിൽ നിന്നായാലും ഓവർലോഡ് പഠിക്കാനും കാര്യങ്ങളും. നമുക്ക് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല. അതൊക്കെ എങ്ങനെയോ തള്ളിപ്പോയി. അതായത് ആ സമയത്ത് പഠിക്കണം, നമ്മൾ ആ സമയത്ത് തന്നെ പഠിച്ച് പോയായിരുന്നു അല്ലേ. അതൊക്കെ ഇപ്പോഴാണ് നമുക്ക് നൊസ്റ്റു ആയത്. ഞാൻ ഈ ബുക്കൊക്കെ പൊതിയാന്ന് പറഞ്ഞപ്പോഴേ എൻ്റെ ഒരു കുട്ടിക്കാലം ഓർത്ത് പോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് പൊതിയലും ബാഗ് വാങ്ങലും ഒക്കെ ഉള്ള ഏത് ബാഗ് മേടിക്കണം അന്നെന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഒന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ളത് മേടിക്കുക പോരെ. ഇന്നൊക്കെയാണ് കുട്ടികൾക്ക് ഇപ്പോൾ ആദ്യത്തെ കാര്യത്തിലായാലും അവന് വിചാരിച്ച അവഞ്ചേഴ്സ് അല്ലെങ്കിൽ സ്പൈഡർമാൻ, അവന് മനസ്സിലൊരു തീം കണ്ടാൽ അത് കിട്ടിയാൽ അവൻ ആ കടയിൽ നിന്ന് പോരുള്ളൂ. നമ്മുടെ കാലത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അധികം ഓപ്ഷൻസ് ഇല്ല. നമുക്കൊരു പുതിയ ബാഗ് വാങ്ങണം കൂട്ടുകാരുടെ മുമ്പിൽ കാണിക്കാൻ, അത്രേ നമുക്കൊരു ചിന്ത ഉണ്ടായിരുന്നുള്ളൂ അല്ലേ. അപ്പോൾ നമ്മളതിനനുസരിച്ച് അതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ജസ്റ്റ് ഒരു അങ്ങനെ എടുക്കുന്നുള്ളൂ. അല്ലാണ്ട് ചിലപ്പോൾ വീട്ടുകാരെ വാങ്ങി തരിച്ച് നമ്മൾ അതിൽ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. പക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് അവരുടേതായൊരു ചൂസ്, അതായത് ഇഷ്ടങ്ങളുണ്ട്, അവരുടേതായൊരു കാര്യങ്ങളൊക്കെ ഉണ്ട്.
ഇപ്പോൾ അതിലെ കാര്യം പറയാൻ, അപ്പോൾ ഒരു കുട വാങ്ങിച്ച് അവനത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ റിട്ടേൺ കൊടുത്ത് വേറെ മേടിക്കണം. കാരണം അവന് ഇഷ്ടപ്പെട്ടത് തന്നെ അവന് കിട്ടണം. അപ്പോൾ ഇപ്പം ഞങ്ങൾ എന്താ ചോദിച്ചാൽ അവനെ ഉടനെ പോയിട്ട് എടുക്കും. കാരണം രണ്ടാമത് പോയി വാങ്ങിക്കാൻ എളുപ്പം അവനെ കൊണ്ട് പോയാലല്ലേ അങ്ങനെ. അപ്പോൾ അങ്ങനത്തെ മാറ്റങ്ങൾ വന്നു നമ്മുടെ കുട്ടികൾക്കായാലും ഒക്കെ ആയാലും. വെക്കേഷൻ എന്ന് പറഞ്ഞാലും നമ്മളൊരു ഏരിയയിൽ കൂടിക്കളിക്കുന്ന പരിപാടിയൊക്കെ ഇപ്പോൾ കുറഞ്ഞ് എല്ലാവരും ഇൻഡിവിജ്വലായിട്ട് വീട്ടിൽ ഒതുങ്ങിക്കൂടി അല്ലേ. അപ്പോൾ ഞാൻ വിചാരിക്കും ഈ തന്നെ തലമുറകൾക്ക് ഒട്ടും നമുക്ക് ആ ഒരു കാലഘട്ടം മിസ്സാവാൻ പോവുകയാണ്. കാരണം പണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പലതരത്തിലുള്ള കളികളില്ലേ, ചക്ക് കളിക്കുക, മരം തൊട്ട് കളി. ഞങ്ങളുടെ ടൈമിലൊക്കെ മരം തൊട്ട് കളി, ആ ടൈപ്പ് ഓഫ് ഗെയിംസ് ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ടൈമിൽ ആ ഏരിയയിലുള്ള കുട്ടികളൊക്കെ ഒരു ഭാഗത്തേക്ക് ഒരുമിച്ച് ചേരലും കളിക്കലും, ഉച്ച സമയത്തൊരു വീട്ടിൽ പോക്കും, പിന്നെ പിന്നെയും വരിക കളിക്കൽ, അതൊക്കെ ഒരു ഇതായിരുന്നു. അതൊന്നും ഇപ്പോഴേക്ക് ആദ്യം കാണുമ്പോൾ സങ്കടം വരും. ഇങ്ങനെ അവനതൊക്കെ മിസ്സായി. ചെറിയ പിന്നെ അത്രയ്ക്ക് അങ്ങോട്ട് ആയിട്ടില്ലല്ലോ. അതുകൊണ്ട് പിന്നെ അവന് പിന്നെ ഇവിടെ ഉള്ളതുകൊണ്ട് അത്ര അറിയില്ല. പക്ഷെ ആദിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏരിയയിൽ കുട്ടികൾ കുറവായതുകൊണ്ട് പിന്നെ അവൻ്റെ പ്രായക്കാരില്ലാത്തതുകൊണ്ടൊക്കെ ഭയങ്കര ഒരു ഇതായി. ഫോൺ തന്നെ ആശ്രയിച്ചിരിക്കുന്ന ടൈപ്പ് ഓഫ് ആയിപ്പോയി. ഞാൻ പിന്നെ ഇടയ്ക്ക് സൈക്കിളൊക്കെ ഉള്ളതുകൊണ്ട് സൈക്കിളൊക്കെ കുറച്ച് ഓടിക്കുക അങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ഫോൺ ടി വി അങ്ങനെയൊക്കെ തന്നെ ഒതുങ്ങിപ്പോയി കുട്ടികൾ. കുരു കണ്ടോ, കുരു 2 ദിവസമായി വന്നിട്ട്, ഇന്ന് മാറുന്നു വിചാരിക്കുന്നു. ചൂടാണെന്ത് സംഭവം എന്നറിയില്ല. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങളുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യട്ടോ ഫ്രണ്ട്സ്. കാരണം നമ്മൾക്കൊക്കെ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കുട്ടിക്കാലങ്ങൾ ഉണ്ടാവുമല്ലോ. എൻ്റെ കുട്ടിക്കാലം ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഞാനൊരു അതായത് ജോയിൻറ്റ് ഫാമിലിയിലായതുകൊണ്ട് തന്നെ എനിക്ക് ഒരു ഒറ്റപ്പെടൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതുവരെ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. അപ്പോൾ എൻ്റെ ലൈഫ് അങ്ങനെ ആയിരുന്നു. അപ്പോൾ പിന്നെ നമുക്കതല്ലേ അറിയുള്ളൂ. അപ്പോൾ എല്ലാവരും ചിലരുടെ ചില ടൈപ്പ് ഓഫ് കുട്ടിക്കാലമായിരിക്കും. എൻ്റെ കുട്ടിക്കാലം പറഞ്ഞാൽ ഭയങ്കര രസമുള്ളതായിരുന്നു. ഇപ്പോഴും എനിക്ക് നഷ്ടബോധം തോന്നിയിട്ടുള്ള എൻ്റെ കുട്ടിക്കാലത്തിൽ മാത്രമാണ്. കാരണം ആ ഒരു കാലമായിരുന്നു കാലം എന്ന് മനസ്സിലാക്കാൻ നമുക്കിപ്പോൾ നമ്മളൊരു പ്രായത്തിലെത്തേണ്ടി വന്നു അല്ലേ. നമ്മുടെ കുട്ടികളുടെ ആ പ്രായം നമുക്ക് അനുഭവിക്കുമ്പോഴാണ് നമ്മുടെ പ്രായം എന്താണെന്നുള്ളത് അറിഞ്ഞത്. ഒന്നും അറിയാത്തൊരു പ്രായം അല്ലേ. കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ നമുക്ക് അധികം നമ്മുടെ മനസ്സിൽ കളിക്കുക അത്രയൊക്കെ നമ്മുടെ മനസ്സിൽ വരുള്ളൂ. പിന്നെ വർഷങ്ങൾ കൂടുന്തോറുമാണ് നമ്മുടെ മനസ്സിലേക്ക് ഫാമിലിയിൽ നിന്നുള്ള പ്രശ്നങ്ങളായാലും കാര്യങ്ങളൊക്കെ ആയാലും മനസ്സിലേക്ക് വരുള്ളൂ. ഫസ്റ്റ് കുട്ടികൾ എന്ന് പറഞ്ഞാൽ എന്താ, പച്ചയായ മനുഷ്യർ. അവരുടെ മനസ്സിൽ ഒരു കാര്യങ്ങളും ഇല്ല, കള്ളമില്ല, കളങ്കമില്ല, ടെൻഷനുകളില്ല, ഇന്നത് ചെയ്യണം എന്നില്ല. അവർക്ക് ആകെ കളിക്കുക, പഠിക്കലൊക്കെ പിന്നെ 4ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോഴേക്കും നമുക്ക് കുറച്ചും കൂടി ബോധേഡാവുള്ളൂ. 1ാം ക്ലാസ്സൊക്കെ നമുക്ക് ജസ്റ്റ് കളിക്കുക അങ്ങനത്തെ ടൈപ്പ് ഓഫ് ആയിരുന്നു പണ്ടൊക്കെ അല്ലേ. അങ്ങനെയൊക്കെ ഉള്ളൊരു കാലഘട്ടമായിരുന്നു. അതൊക്കെ ഒരുപാട് മിസ്സായി പോയി നമുക്ക്. അപ്പോൾ 4 ബുക്ക് ഉണ്ടായിരുന്നു. അത് ഞാൻ വേഗം പൊതിയാന്ന് വിചാരിച്ചിട്ട് പൊതിയാണ്. അപ്പോൾ ബുക്ക് പൊതിയലൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, സ്പൈഡർമാൻ്റെ സ്ലിപ്പുകളുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ അവൻ്റെ ഫോട്ടോ വയ്ക്കുകയും ചെയ്തു. പക്ഷെ അത് അവൻ ഫോട്ടോ ഒക്കെ നാശമാക്കുക. അപ്പോൾ നമ്മൾ എത്തുന്ന വെറുതെ അതിന് കുറേ പൈസ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ സാധാ സ്പൈഡർമാൻ്റെ നെയിം സ്ലിപ്പാണ് മേടിച്ചത്. കാരണം മറ്റേത് 150 200 രൂപയോളം വരുന്നുണ്ട്. അത് അവൻ ജസ്റ്റ് കീറുതിപ്പോൾ ഈ കാണുന്ന ചന്തൊന്നും 2 ദിവസം കഴിഞ്ഞ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നമ്മൾ ചെയ്യണ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുക എന്ന് തന്നെ ഉള്ളൂ. അപ്പോൾ ഞാൻ 4 വേണ്ടുള്ളൂ, ചമ്മി പോയി, കുറച്ച് കേട് വന്നു. അപ്പോൾ ഞാൻ കുഴപ്പമില്ല, അവ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെച്ചിരുന്നു. അപ്പോൾ പിന്നെ അങ്ങനെ നെയിം സ്ലിപ്പ് കൂട്ടി ഒട്ടിക്കൽ കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു. പിന്നെ ഞാൻ അവന് ബാഗ് വാങ്ങിയിട്ടുണ്ട്, കുട വാങ്ങി, ബോട്ടിൽ വാങ്ങി, ഞാനെല്ലാം ശരിയായിട്ടുണ്ട്. അപ്പം ബുക്ക് ഒട്ടിക്കലും പൊതിയലൊക്കെ കഴിഞ്ഞു. അപ്പോൾ നിങ്ങളും എൻ്റെ അടുത്ത് കമൻറ്റ് ചെയ്യട്ടെ നിങ്ങളുടെ കുട്ടിക്കാലം എങ്ങനെയായിരുന്നു. അപ്പോൾ ബുക്ക് പൊതിയുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞു. നിങ്ങൾക്കും ഇങ്ങനെ എന്താ, നമുക്ക് നമ്മുടെ പണ്ടത്തെ കാലത്ത് ജൂൺ 1 എന്ന് പറഞ്ഞാൽ എന്ന് മഴ ഇല്ല എന്നുണ്ടെങ്കിലും അന്നൊരു ദിവസം മഴ പെയ്യും. അത് ഷുവറായിട്ടുള്ള കാര്യമായിരുന്നു അല്ലേ. അതൊക്കെ ഒരു നഷ്ടമായി ഇപ്പോൾ. കാരണം ഇപ്പോൾ കാലത്തിനൊരു ക്രമം ഇല്ലാണ്ട് മഴ തോന്നുമ്പോൾ പെയ്യുക, ആ രീതിക്ക് പോകാൻ തുടങ്ങി ഇല്ലേ. പണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ജൂൺ 1 എന്ന് പറഞ്ഞാൽ എന്ന് മഴ പെയ്യുന്നു അന്ന് മഴ പെയ്യുന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമായിരുന്നു. അതൊക്കെ നമുക്കിപ്പം ഒരുപാട് മിസ് ചെയ്യുകയാണ്. കാരണം കാലാവസ്ഥയിലുണ്ടായ മാറ്റങ്ങൾ അല്ലേ. പിന്നെ പണ്ട് സ്കൂളിലേക്ക് പോകുമ്പോൾ അതെ ഒരു 2-3 ആഴ്ചത്തെ പരിപാടിയാണ്. ബാഗ് വാങ്ങലും പൊതിയലും വൈകിട്ടൊക്കെ എല്ലാവരും കൂടി ഇന്നിങ്ങനെ പൊതിയലും അച്ഛനും അമ്മയും എല്ലാവരും ഒരു ഇൻവോൾവ്മെൻറ്റും അതിലുണ്ടാവും അല്ലേ. ഇപ്പോൾ പക്ഷേ നമ്മൾ അമ്മമാരിലേക്ക് ഒതുങ്ങി, അല്ലെങ്കിൽ 1-2 ആളിലേക്ക് ഒതുങ്ങി. അപ്പോൾ അതൊക്കെ ഒരുപാട് മാറ്റമായിട്ടുള്ള കാര്യം. നമ്മുടെ കുട്ടികളുടെ കാര്യമായാലും
പണ്ടത്തെ അത്ര വെക്കേഷനായാലും കാര്യങ്ങളായാലും പണ്ടത്തെ അത്ര ഒരു അല്ലേ ഒരു ജോയിൻമെൻറ്റോ അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റോ ഒന്നും ഇല്ലാത്ത ഒരു ഒതുങ്ങിക്കൂടിയിട്ടുള്ള ടൈപ്പ് ഓഫ് ആയി. കാരണം കാലാവസ്ഥയിൽ നമ്മൾ അനുകൂലിക്കുന്നില്ല. കാരണം മഴ എന്ന് പറഞ്ഞാൽ മഴയാണെങ്കിൽ അമാതിരി മഴ, വെയിലാണെങ്കിൽ അങ്ങേയറ്റം, എല്ലാം അതിൻ്റെ മാക്സിമം ലെവലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനോ അല്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. വെയിൽ വന്നാൽ നമ്മൾ വിചാരിക്കും അയ്യോ ഒന്ന് മഴ പെയ്യുന്നെങ്കിലോ ഒന്ന്. മഴയാണെങ്കിൽ അമ്മാതിരി മഴയാണ്. കാരണം പെയ്യുകയാണെന്ന് വെച്ചാൽ നമ്മളെ അങ്ങോട്ട് മടുപ്പിക്കണം മഴ. അപ്പം അങ്ങനത്തെ ഒരു കാലങ്ങളൊക്കെ പണ്ടൊക്കെ വെക്കേഷനിലെന്ന് പറഞ്ഞാൽ അമ്മൂമ്മയുടെ വീട്ടിലേക്ക് എല്ലാവരും വരലും കളിക്കലും ആ ടൈപ്പ് ഓഫ് എൻജോയ്മെൻ്റ് ഉണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു. ഇപ്പോൾ എല്ലാവരും ഫോണിൽ ഒതുങ്ങിക്കൂടുക, നമ്മളായാലും അങ്ങനെയാണ്. അപ്പോൾ പിന്നെ അതൊക്കെ ഒരുപാട് ഇപ്പോഴത്തെ കുട്ടികൾക്ക്, ന്യൂ ജനറേഷൻ കുട്ടികൾക്ക് മിസ്സായിട്ടുള്ള കാര്യമാണ്. ഇനി തലമുറയ്ക്കെങ്കിലും കിട്ടുന്ന പ്രതീക്ഷയൊന്നുമില്ല. കാരണം ഓരോ കൊല്ലം ഓരോ ഇതാവും തോറും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. മാറ്റങ്ങൾ അനിവാര്യമാണല്ലോ. അപ്പോൾ നമുക്കിപ്പോൾ അത് നമ്മൾ വിചാരിച്ചാലൊന്നും ഒന്ന് രണ്ടാളോ വിചാരിച്ചാൽ മാറ്റാൻ കഴിയില്ല. അത് പ്രകൃതി നിയമങ്ങളും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ നമുക്ക് ഉള്ളതിൽ സന്തോഷിച്ച് പോവുക, അത്രേ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയൊരു തുടക്കമാവട്ടെ. എല്ലാ കുട്ടികൾക്കും, പഠിക്കാൻ പോകുന്ന കുട്ടികൾക്കും പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കൊക്കെ നല്ലൊരു തുടക്കമാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ടാറ്റാ.